എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കുമ്പളങ്ങ തേങ്ങ അരച്ച കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടൊരു കറിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇതൊരു 10-12 മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിനാവശ്യമായ ചേരുവകൾ: കുമ്പളങ്ങ 200 ഗ്രാം, ഒരു ചെറിയ പീസ് ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 ഉള്ളി, കറിവേപ്പില, തക്കാളി പുളിക്ക് വേണ്ടി. ഇനി കുമ്പളങ്ങ നമുക്ക് ചെറുതായി അരിഞ്ഞ് ഇതെല്ലാം കൂടി ഒരുമിച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ കുമ്പളങ്ങ, തക്കാളി, ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പച്ചമുളക്, ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം 1.5 ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് 10-12 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം വേവിച്ചെടുക്കാം. ഇനി ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ചേക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നാടൻ കറിയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ. ഇനി തേങ്ങ 5-6 വെളുത്തുള്ളി, ഉള്ളി 2, പച്ചമുളക്, നല്ല ജീരകം 1 ടീസ്പൂൺ, ഇത്രയും നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. വെളുത്തുള്ളി വലുതാണെങ്കിൽ ഒരു വെളുത്തുള്ളി മതി, ചെറുതാണെങ്കിൽ 3-4 എടുത്തോളൂ. ഇനി ഈ അരപ്പും കൂടി വെന്ത് വന്ന കുമ്പളങ്ങയുടെ കൂടെ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ആവശ്യമായിട്ട് തോന്നി, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഇട്ടു. ഇനി ഇത് നല്ല രീതിയിൽ, അധികം തിളയ്ക്കാതെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ നല്ലവണ്ണം തിളച്ചു പോയാൽ ഈ കറി പിരിഞ്ഞു പോകും, അതുകൊണ്ട് അധികം തിളയ്ക്കാൻ അനുവദിക്കരുത്. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ തിളയ്ക്കുമ്പോൾ, ഇങ്ങനെ വഴറ്റി വരുമ്പോൾ നമുക്ക് ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി നമുക്ക് വറുക്കാനായിട്ട് 1/2 ടീസ്പൂൺ കടുക്, കറിവേപ്പില, ഉള്ളി, പച്ചമുളക്, ഉണക്കമുളക്, പിന്നെ 1/4 ടീസ്പൂൺ ഉണക്കമുളക് പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്തു. അത് ഓപ്ഷണലാണ്. ഇനി ചട്ടി വെച്ചിട്ട് കടുക് വറുത്ത് ഉള്ളി ഇടാം. ഉള്ളി ഞാനിവിടെ 5-6 ഉള്ളി എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇടാം. പച്ചമുളക് 1 നല്ലോണം വഴണ്ട് വരുമ്പോൾ 3 ഉണക്കമുളക് ചേർക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഒരു നല്ലൊരു ഓറഞ്ച് കളർ കിട്ടും മുളക് പൊടി ചേർത്താൽ. നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചിട്ട് അടച്ച് വെക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്, ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം നമുക്ക്. എൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.